എന്താ അത്ര വലിയ കാര്യം? ഈശ്വര, ഇനി ചിലപ്പോ രാജീവ് അറിഞ്ഞു കാണോ ഞാൻ ശ്രീകുട്ടിയാണെന്ന്? ഏയ്, അറിയാൻ വഴിയില്ല. ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിച്ചാ എന്താ പെട്ടെന്ന് മറുപടി പറയാ? ഇത് പൂരപ്പറമ്പല്ല. പിന്നെ താൻ എന്താ കരുതിയത്? എനിക്ക് തന്നോട് പ്രേമമാണെന്നോ? അതിന് ഈ നാട്ടിൽ കൊള്ളാവുന്ന ആമ്പിള്ളേര് വേറെ ഉണ്ട് മുതലാളി. അതെ, ചതിക്ക് ചതി. അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു തന്നെയാ ഞാൻ. അന്നൊരിക്കൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ തനിക്ക്? ഞാനൊരു കടങ്കഥയാണെന്ന്. അതെ, ഈ ഗായത്രി ഒരു കടങ്കഥയാ. പോകാൻ കണ്ട ഒരു സ്ഥലേ അമേരിക്ക. അവിടെ പോയിട്ട് എന്തിനാ? കണ്ട സായിപ്പന്മാർക്ക് തൊട്ട് നോക്കാൻ നിന്ന് കൊടുക്കാനോ? എന്നിട്ട് നീ എപ്പോ വരാൻ? അവിടെ പോയവരാരെങ്കിലും മതി എന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടോ? ചത്താലും ഞാൻ സമ്മതിക്കില്ല, നിനക്കറിയാലോ. പിന്നെ എന്തിനാ ഓടിപ്പിച്ചോട്ട് വന്നത്? നീ ഇവിടെ എത്ര ദിവസം ഉണ്ട്? 4 ദിവസം. അതിനിടയ്ക്ക് ഇനി ഈ വർത്താനം ഇവിടെ പറഞ്ഞു പോയേക്കരുത്. പറഞ്ഞേക്കാം. വില പറയാൻ വിളിപ്പിച്ചതാണ് എന്നെ. നല്ല വിലയല്ലേ? ഏത് വേശിക്ക് കിട്ടും ഇതിൽ കൂടുതൽ? പക്ഷെ നിങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞേക്കേ, 10 പൈസയുടെ വിലയില്ലാത്ത ജീവിതമായിരിക്കും എന്റെ മാനത്തിന് വില പറയരുത്, സ്നേഹത്തിന് വില പറയരുത്. തുടരുത് എന്നെ. എനിക്ക് കൈ വേനിച്ചിട്ട് വയ്യ. വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. ഇവിടെ സംഗീതം ഉണ്ടല്ലോ. കൈ തീരുമാനോ? അല്ല, കാല് തീരുമാൻ. ദാസൻ അവളെ വിളിച്ചൂടെ? അത് വേണ്ട. You shameless creature. Bloody bullshit. എന്താ ബെഡ്ഷീറ്റാ? ദേ, എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. റാസ്കൽ, ഒരു ഇഡിയറ്റ് നീ കൂട്ടുപിടിച്ച. ഓടാ പട്ടി, തെണ്ടി, ചെറ്റെ, നായിന്റെ മോനെ. ആയിരിക്കില്ല. അതിനകത്ത് ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഇല്ല, സ്വർണ്ണമാല ഇല്ല, മുഷിഞ്ഞ് നാറിയ കുറച്ച് തുണികളും 450 രൂപയും. കറുത്ത രാവിന്റെ കന്നിക്കിടാവ് ഒരു വെളുത്ത മുത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ പഠിപ്പിക്കാനും മറ്റുമായിട്ട് അമ്മാവന് കുറെ കടമുണ്ടേ. എന്റെ ശമ്പളത്തിൽ നിന്ന് വേണം അതൊക്കെ കൊടുത്തു തീർക്കാൻ. അതിന്റെ ഇടയ്ക്ക് കല്യാണം എന്നൊക്കെ പറഞ്ഞാ. ജേട്ടന്റെ ഫ്രണ്ടില്ലേ ഡോക്ടർ റസിയ, അന്ന് അവൾ അടിച്ച അതേ പെർഫ്യൂമാ ഞാൻ പഠിച്ചിരിക്കണേ. അന്ന് അതിന് നല്ല മണാന്ന് പറഞ്ഞ് വലിച്ചു കയറ്റുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇങ്ങനെ ബാറ്റ്സ്മാൻ ആയത്? ഇല്ല, പോവില്ല ഞങ്ങള്. നിങ്ങൾ പറഞ്ഞല്ലോ പവിത്രമായ ഒരു ചടങ്ങിന്റെ കാര്യം. ആ ചടങ്ങിലൂടെ നിങ്ങൾ എന്നേക്കായി പുറത്താക്കുന്നത്. ഈ തറവാടിന് എന്നും നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ. മനസ്സില് അടക്കി വെച്ചിരുന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഒരു താലിയുടെ സുരക്ഷിതത്വത്തില് ഒതുങ്ങിക്കൂടുന്ന ഒരു ജീവിതത്തെ കുറിച്ച്. താലി കെട്ടുമ്പോ ഞാൻ മനസ്സിലൊരു നാദസ്വരമേളം കേട്ടിരുന്നു. മരിച്ചുപോയ അച്ഛന്റെ സാന്നിധ്യം അറിഞ്ഞിരുന്നു. എനിക്ക് തഴിച്ചു മാറ്റാൻ വയ്യ. പൂന്തട്ടം തന്നെ അഴിച്ചോളൂ.